ഓൾമോസ്റ്റ് 2 months നമ്മൾ ഹോട്ടലിൽ ലോക്ക്ഡായിട്ടിരിക്കുക. എന്നിട്ട് നേരെ പ്രാക്ടീസിന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് സെഷൻ എറിയാൻ പോകണം. ഫസ്റ്റ് എറിയാൻ പോകുന്ന ആൾ വിരാട് ഭായ. ക്രിക്കറ്റിനോട് ട്രൂ ആണെങ്കിൽ ക്രിക്കറ്റ് എന്തായാലും നമുക്ക് റിസൾട്ട് വന്നിരിക്കും. എനിക്ക് തന്നെ കുറേ DMs അതൊക്കെ കുറേ വന്നിട്ടുണ്ട്. എൻ്റെ ഇൻബോക്സിലൊക്കെയാണ് ചേട്ടാ നമ്മൾ ഒത്തിരി നാളായിട്ട് കളിക്കുന്നതാണ്, നമുക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ക്രിക്കറ്റിന്റെ ഒരു വലിയൊരു ടീമിലെത്താൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമിലെത്താന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്രിക്കറ്റ് പ്ലേയേഴ്സിനേക്കാളും ഉപരി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ യൂത്തിന് പ്രൂവ് ചെയ്ത് തന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സോ ഗബ്രിയേൽ, ഹായ്, ഇറ്റ്സ് എ പ്ലഷർ മീറ്റിംഗ് യു. സോ എങ്ങനെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ ഒരു ബോണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയത് എങ്ങനെയായിരുന്നു? ദാറ്റ് ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, നമ്മളിപ്പോ ലാസ്റ്റ് ഇയർ ആണ് ഇപ്പൊ KCL ലോഞ്ച് ചെയ്തത്. കേരളത്തിലെ ഫസ്റ്റ് സീസൺ ആയിരുന്നു KCLന്റെ. അപ്പോൾ നമ്മുടെ സുഭാഷ് സാറിന്റെ ഓണർഷിപ്പിൽ വന്ന ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ബേസിലേട്ടൻ ആയിരുന്നു ഇതിന്റെ ഐക്കൺ പ്ലെയർ. ഞാൻ ബേസിലേട്ടനായിട്ട് ഭയങ്കര ബോണ്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കൊരു ഇവിടെ നാട്ടിലാണ് ഭയങ്കര ബ്രദർലി ബോണ്ടുള്ള ആളാണ് ബേസിലേട്ടൻ. ഞാൻ ആദ്യമേ ചേട്ടനെ വിളിച്ചു, ചേട്ടാ അങ്ങനെ ചേട്ടാ എടാ വാടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. വന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും ഒരു മാനേജ്മെന്റ് ആണെങ്കിലും കോച്ചസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര ഒരു ബോണ്ടിങ് നമുക്ക് ഇനീഷ്യലി ഫീൽ ചെയ്തു. അതായത് നമുക്കിപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ടീമിന്റെ അടുത്തേക്കാണ് ചെല്ലണമെന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ചെന്ന തന്നെ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള ടീമായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. സോ ഗബ്രിയേൽ, നമ്മളൊരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു മേഖലയാണ് നമ്മൾ ഈ ക്രിക്കറ്റിൽ ഗബ്രിയേൽ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ യൂത്തിന് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, ക്രിക്കറ്റിന്റെ ഒരു വലിയൊരു ടീമിലെത്താൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമിലെത്താന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതിന് പുറത്തും ഒരുപാട് പേര് ക്രിക്കറ്റിന്റെ ഏതെങ്കിലും രീതിയിൽ ഒരു ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമ്മുടെ യൂത്തിൽ. സോ ഗബ്രിയേൽ, ആ ഒരു നമ്മുടെ യൂത്തിനോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു കരിയർ ഓപ്ഷനെ പറ്റി? ആൻഡ് ഹൗ ഡു യു കെയിം ടു ദിസ് ഒരു ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു കരിയറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ ഇപ്പോൾ നമ്മുടെ RCBയിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് കൊച്ചി തന്നെയാണ്. നമ്മുടെ കളമശ്ശേരിയിൽ ഞാൻ പഠിച്ചത് സെൻറ്റ് പോൾസ് കോളേജിൽ. ഞാൻ അവിടെ എൻ്റെ കോളേജ് ടീമിലെ ഫ്രണ്ട്സിനെ എറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത്. അവിടെ നിന്നാണ് നമ്മുടെ കേരള ടീമിലെ ക്യാപ്റ്റൻ സച്ചിൻ ചേട്ടൻ എന്നെ കണ്ട് ചേട്ടനാണ് ആദ്യം എന്നെ കേരള ടീമിലോട്ട് കൊണ്ടുപോകണേ. പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അത് ഫസ്റ്റ് എനിക്ക് സഞ്ജു ചേട്ടനാണ് തരുന്നത്. ഇതിൽ ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞിട്ട് ആ സാധനം തന്നെ സഞ്ജു ചേട്ടനാണ്. അതുപോലെ എല്ലാവരും ആ സമയത്ത് നമുക്ക് സച്ചിൻ ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ടീമിലെ KB അരുൺ കാർത്തിക് എന്ന് പറഞ്ഞ ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വർഷം കളിക്കാനായിട്ട് 2019-2018 സമയത്ത്. അപ്പോൾ അന്ന് തമിഴ്നാടുകാരനാണ് പുള്ളി. RCBയിൽ കളിച്ച പ്ലെയർ ആയിരുന്നു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ തിരിച്ച് തമിഴ്നാട് എത്തിയപ്പോൾ ഞങ്ങൾ KB എന്നാണ് വിളിക്കുന്നത്. ആള് പറഞ്ഞു അങ്ങനെ സെഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്, പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അണ്ണാ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഇന്ത്യ സിമെൻസിലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്ക് എറിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ IPL തന്നെ ഇന്ത്യയിൽ സെക്കൻഡ് സെലിബ്രേറ്റഡ് ലീഗാണ് TNPL. അപ്പോൾ TNPL ഞാൻ മധുരൈ പാന്തേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തു. ആ പ്രാക്ടീസ് സെഷൻ സമയത്തൊക്കെയാണ് നമ്മുടെ IPL സ്കൗട്ട്സ് കാണുന്നതും. ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ്. ഇന്ത്യയിൽ ആ സമയത്ത് ലെഫ്റ്റ് ആം ത്രോ ഡൗൺസ് ഭയങ്കര റെയറാണ്. ഒരാൾ രണ്ടുപേരൊക്കെ ഉള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ തന്നെ അവർ വിളിച്ച് കോൺട്രാക്ട് ചെയ്തു. 2019 വിളിച്ചിട്ട് കോൺട്രാക്ട് തന്നു. ഒരു 6 years ആയിട്ട് ടീമിനോട് അസോസിയേറ്റഡ് ആണ്. വണ്ടർഫുൾ. ഇറ്റ് ഹാസ് ബീൻ എ ബ്യൂട്ടിഫുൾ ജേർണി അല്ലേ? സോ ആ ഒരു വെരി മോഡസ്റ്റ് ബിഗിനിങ്സ് തുടങ്ങി ഇപ്പം ഇത്രയും വലിയൊരു ടീമിന്റെ പാർട്ടായിട്ട് നിൽക്കുവാണ്. ആൻഡ് ഇന്ത്യയിൽ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് ലുക്കപ്പ് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് വിരാട്. സോ വിരാട്ടിന്റെ ഒക്കെ ഒപ്പം നമ്മള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ കാണാറുണ്ട്. സോ ഇത്രയും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയർ ജേർണി ഷെയർ ചെയ്യാൻ പറ്റുമ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഫസ്റ്റ് ഇത് വരുന്നത് 2020 നമ്മുടെ ഫസ്റ്റ് സെഷൻ വരുന്നത്. കോവിഡ് സ്ട്രൈക്ക് ചെയ്ത് ഇയർ. ഓൾമോസ്റ്റ് 2 months നമ്മൾ ഹോട്ടലിൽ ലോക്ക്ഡായിട്ടിരിക്കുക. എന്നിട്ട് നേരെ പ്രാക്ടീസിന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് സെഷൻ എറിയാൻ പോകുന്ന ആള് വിരാട് ഭായ. നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ ചെയ്യുന്ന സംഭവമാണെങ്കിൽ നമുക്കാണെങ്കിലും ഡെയിലി പ്രാക്ടീസ് വേണം. അല്ലെങ്കിൽ ഒരു മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ അത്രയും ഒരു ടോപ്പ് ലെവലിൽ ചെന്നിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ മാർജിൻ ഓഫ് എറർ ഭയങ്കര ലെസ് ആയിരിക്കണം എപ്പോഴും. ഇല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഫസ്റ്റ് ഞാൻ എറിയാൻ പോകുന്ന ബാറ്റ്സ്മാൻ വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാനാണ്. ഞാൻ ബോൾ എറിയാൻ പോകുന്നത്. ആ ഒരു ഫസ്റ്റ് ബോൾ ഭയങ്കര ടെൻഷൻ. എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് ഒക്കെ അപ്രൈസ് ചെയ്ത് ഭയങ്കര ടെൻഷനിലേക്ക് പോവാ. പിന്നെ ഫസ്റ്റ് ബോൾ പോയി എറിഞ്ഞു, കറക്റ്റ് സ്ഥലത്ത് വീണ ആൾ കളിച്ചു. 12 ബോൾ ഫേസ് ചെയ്തു, തിരിച്ച് സ്ട്രൈക്ക് വന്നിട്ട് നന്നായിട്ട് എറിയുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കാമായി. പിന്നെ അവിടുന്ന് നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു ആളുടെ കൂടെ. ആളൊരു ബ്രദർലി വൈബ് വരുന്ന ഒരു മനുഷ്യനാണ്. ആ പുള്ളി ആ ടീമിനെ ഫുൾ ഒരു ഫാമിലി പോലെ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ എവിടെയാണോ ടേൺ ഓഫ് ആൻഡ് ഓൺ ചെയ്യേണ്ടത് ആളൊരു മനുഷ്യനാണ്. കാരണം ബൗണ്ടറി റൂപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അറിയാലോ, നല്ല അഗ്രസീവാണ്, ടീം എങ്ങനെയാണ് ജയിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്.
പുറത്തിറങ്ങി കഴിഞ്ഞാൽ റോപ്പിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഫാമിലി ഒരു ബ്രദറിനെ പോലെ ഒരു എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം ആളുടെ അടുത്തേക്ക്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമുക്ക് നോക്കാം, ഒരു ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ആള്. സോ നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡ്രീം ചെയ്യുന്ന ഒരുപാട് യങ് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. സോ അവരോട് എന്താണ് ഒരു മെസ്സേജ് പോലെ ഗബ്രിയലിന് പറയാനുള്ളത്? കളിക്കാനാണെങ്കിലും അല്ല അതിനോട് അസോസിയേറ്റ് ചെയ്യാനാണെങ്കിലൊക്കെ ഒത്തിരി സ്കോപ്പ് ഉണ്ട്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ഒരു ക്രിക്കറ്റിനോട് ട്രൂ ആണെങ്കിൽ ക്രിക്കറ്റ് എന്തായാലും നമുക്ക് റിസൾട്ട് വന്നിരിക്കും. എനിക്ക് തന്നെ കുറേ DMs അതൊക്കെ കുറേ വന്നിട്ടുണ്ട് എൻ്റെ ഇൻബോക്സിലൊക്കെയാണ്, ചേട്ടാ നമ്മൾക്ക് ഒത്തിരി നാളായിട്ട് കളിക്കുന്നതാണ്, നമുക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ലൈഫിൽ ഇവിടെ എത്താൻ പറ്റാനുള്ള ക്രിക്കറ്റ് കളിച്ചിട്ട്. നമ്മൾ ക്രിക്കറ്റിനോട് നമ്മൾ ട്രൂ ആയിട്ടിരുന്ന എന്തായാലും റിസൾട്ട് വരും. നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനം 100% ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനുള്ള റിസൾട്ട് വരും. ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കരിയർ ആണെങ്കിൽ അങ്ങനെ, അമ്പയറിംഗ് സ്കോറിംഗ് എന്താണെങ്കിലും നമ്മൾ ഏത് പ്രൊഫഷണലായിട്ടാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ അതിനകത്തേക്ക് 100% ഇടുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിൽ നിന്നുള്ള റിസൾട്ട് വന്നിരിക്കും. മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഫീൽഡ് എടുക്കുമ്പം ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ഒക്കെ കൂടുതലും ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അവർ ബിസിനസ് ഗ്രോത്തിനാണ് ശ്രമിക്കുന്നത്. സോ ബട്ട് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഒരു മാനേജ്മെന്റ് ലെവലിൽ ബിസിനസ്സിൽ നിന്നും ക്രിക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ആ ഒരു ഐഡിയനെ പറ്റി, ആ ഒരു തീമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ കൊച്ചി ടീമിന്റെ ബോസ് സുഭാഷ് സാർ, അതുപോലെ മാനേജ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞാലും ബിസിനസിനേക്കാൾ ഉപരി എനിക്ക് ഫീൽ ചെയ്യുകയാണ് ബിസിനസിനേക്കാൾ ഉപരി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ക്രിക്കറ്റ് ഒരു ട്രൂ ക്രിക്കറ്റ് ഫാൻ എന്താണോ അതാണ് ഞാൻ അവരുടെ അവരുടെ ആക്ടിവിറ്റീസിലാണെങ്കിലും അവർ നമ്മുടെ ടീമിനോടുള്ള അപ്രോച്ചിലാണെങ്കിലും നമ്മുടെ പ്ലേയേഴ്സും അതുപോലെ സ്റ്റാഫിനോടൊക്കെ ആയിട്ടുള്ള ഒരു അപ്രോച്ചും നമുക്ക് തന്നിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അവർ ക്രിക്കറ്റിനെ ട്രൂ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നേഹിക്കുന്ന ഒരു ആൾക്കാരാണ് എന്നുള്ള സാധനം നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് ഭയങ്കര വ്യക്തമാണ്. അപ്പോൾ അവരുടെ ഇതുപോലെ ഗീവേഴ്സ് ആണെങ്കിലും ഇത് പറഞ്ഞ പോലെ ഗീവേഴ്സ് കൊടുത്തേക്കുന്ന മഹിബായുടെ ഓട്ടോഗ്രാഫുള്ള ബാറ്റ്, ബോൾ, അതുപോലെ നമ്മൾ ക്രിക്കറ്റിന് കളിക്കുന്ന പിള്ളേർക്കുള്ള കിറ്റ് ബാഗ്സ്, ആ സംഭവം തന്നെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിക്കറ്റ് എന്താണ്, ക്രിക്കറ്റിനെ അറിയാവുന്നവരാണ് ചെയ്യുന്നേക്കാൻ മൊത്തം കാര്യങ്ങൾ. അത് നമുക്ക് അങ്ങനെ ഒരു ടീം നമുക്ക് നമ്മളെ ഹെഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്, നമുക്ക് ഭയങ്കര ഓപ്പൺ ആണ്. നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസോ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസിനാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ധൈര്യമായിട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സുഭാഷ് സാറാണ് നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിലും കൊച്ചി ടൈഗേഴ്സിനെ അപ്രോച്ച് ചെയ്താൽ അപ്പം തന്നെ നമുക്കത് സാധിച്ചു. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണമെന്ന് അറിയാം. ഒരു പക്ക കോർപ്പറേറ്റ് ഓണേഴ്സിനേക്കാൾ ഒരു ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഹെഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനും നൈസ് മീറ്റിംഗ്. താങ്ക് യു.